എയർസ്പേസ് മീഡിയയിലേക്ക് സ്വാഗതം. തലസ്ഥാന നഗരിയാകെ ഉത്സവലഹരിയിലാക്കി 63ാമത് കേരള സ്കൂൾ കലോത്സവം വൻ ജനപങ്കാളിത്തത്തോടെ മുന്നേറുകയാണെന്ന് മന്ത്രി വി ശിവൻകുട്ടി. പ്രധാന വേദിയായ എം.ടി. നിളയിൽ മുഖ്യമന്ത്രി മേള ഉദ്ഘാടനം ചെയ്തത് മുതൽ ഇതുവരെ വിവിധ മത്സരങ്ങൾ നടക്കുന്ന 25 വേദികളിലും മികച്ച പങ്കാളിത്തമാണ് കാണുന്നത്. ഉദ്ഘാടന സമ്മേളനത്തിൽ മാത്രം 15,000 പേർ പങ്കെടുത്തു. തദ്ദേശീയ കലകളുടെ മത്സരം നടക്കുന്ന കബനി എന്ന് പേരിട്ട നിശാഗന്ധിയിൽ നിരവധി ആസ്വാദകരാണ് ഇന്നെത്തിയത്. നാടക മത്സരം നടക്കുന്ന ടാഗോർ തിയേറ്ററിലും വലിയ ആൾക്കൂട്ടം എത്തുന്നുണ്ട്. ഇന്നത്തെ മത്സരത്തിൽ തിയേറ്റർ നിറഞ്ഞു കവിഞ്ഞു. നാടകത്തിന്റെ സമയക്രമം പാലിക്കുക എന്നത് വലിയ വെല്ലുവിളിയാണ് ഉയർത്തുന്നത്. സമയത്തു തന്നെ മത്സരങ്ങൾ പൂർത്തിയാക്കാൻ നടപടി സ്വീകരിച്ചിട്ടുണ്ടെന്ന് മന്ത്രി വി ശിവൻകുട്ടി പറഞ്ഞു. 9:30-ക്ക് തുടങ്ങാൻ നിശ്ചയിച്ചിട്ടുള്ള മത്സരങ്ങൾ 9:30-ക്കും 10 മണിക്കും ഇടയിൽ തുടങ്ങാനായത് വിജയമാണെന്ന് കാണുന്നു. സ്കൂൾ തലം മുതൽ സംസ്ഥാന തലം വരെ 10 ലക്ഷത്തോളം കുട്ടികൾ പങ്കെടുക്കുന്ന മേളയാണ് സംസ്ഥാന സ്കൂൾ കലോത്സവം. 6 മാസത്തോളം നീളുന്ന പരിശീലനങ്ങളും തയ്യാറെടുപ്പുകളുമാണ് ഓരോ മത്സരത്തിന്റെയും പിന്നിലുള്ളത്. ഓരോ സ്കൂളും മത്സരബുദ്ധിയോടെയാണ് വിദ്യാർത്ഥികളെ ഇതിനായി തയ്യാറെടുപ്പിക്കുന്നത്. അത്തരം ഘട്ടങ്ങളിൽ ചില കുട്ടികൾക്കെങ്കിലും അത് സാമ്പത്തിക ബാധ്യതയായി തീരുന്നുണ്ട്. കലാപരമായി ഉയർന്ന നിലവാരം പുലർത്തുന്ന കുട്ടികൾ സാമ്പത്തികമായി പിന്നാക്കം ആയതിനാൽ ഒരു തരത്തിലും വിവേചനം അനുഭവിക്കാൻ പാടില്ല. അത്തരം സാഹചര്യങ്ങൾ ഒഴിവാക്കുന്നതിലും അനാവശ്യ ധാരാളിത്തം ഒരിടത്തും ഇല്ലാതിരിക്കാനും അധ്യാപകർ മുൻകൈയെടുക്കേണ്ടതുണ്ട്. ഭാവി തലമുറയുടെ പ്രതിനിധികളായ കുഞ്ഞുങ്ങൾ പങ്കെടുക്കുന്ന ഈ മഹോത്സവം മികച്ച കൂട്ടായ്മയുടെയും പരസ്പര ബഹുമാനത്തിന്റെയും സ്നേഹത്തിന്റെയും സാഹോദര്യത്തിന്റെയും മികച്ച ഉദാഹരണമായി മാറേണ്ടത് പുതിയ കാലഘട്ടത്തിന്റെ ആവശ്യമാണെന്ന് അധ്യാപകരും കലാധ്യാപകരും തിരിച്ചറിഞ്ഞു പ്രവർത്തിക്കണം. മത്സര വിധികർത്താക്കളെ വളരെ സൂക്ഷ്മതയോടെയാണ് തിരഞ്ഞെടുത്തിട്ടുള്ളത്. തെറ്റായ രീതി ഇടപെടുമെന്ന് മുൻകാല കലോത്സവങ്ങളുടെ അനുഭവത്തിൽ സംശയിക്കുന്ന ചില സ്വകാര്യ കലാ അധ്യാപകരെ നിരീക്ഷിക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്. ഇക്കാര്യത്തിൽ ഇന്റലിജൻസിന്റെയും വിജിലൻസിന്റെയും കൃത്യമായ ഇടപെടൽ ഉണ്ടാകും. സമാപന സമ്മേളനം വിപുലമായ രീതിയിൽ നടക്കുന്നതിനുള്ള ഒരുക്കങ്ങൾ പുരോഗമിക്കുന്നുണ്ട്. ജനപ്രതിനിധികൾ ചെയർമാൻമാരും അധ്യാപകർ കൺവീനർമാരുമായ 19 കമ്മിറ്റികളും കലോത്സവത്തിന്റെ വിജയത്തിനു വേണ്ടി രാപ്പകൽ അധ്വാനിക്കുകയാണ്. എല്ലാ സ്റ്റേജിലും സ്റ്റേജ് മാനേജർമാർ, ചുമതലയുള്ള മറ്റുദ്യോഗസ്ഥർ, വിവിധ സബ് കമ്മിറ്റികളുടെ പ്രതിനിധികൾ, പോലീസ് ഉദ്യോഗസ്ഥർ, വിദ്യാർത്ഥി വോളണ്ടിയർമാർ, വിവിധ സജ്ജീകരണങ്ങളുമായി ആരോഗ്യ പ്രവർത്തകർ എന്നിവർ ചുമതലയിലുണ്ട്. പാർക്കിങ്ങും ഗതാഗത നിയന്ത്രണവും സംബന്ധിച്ച് ചില ആശങ്കകൾ നേരത്തെ ഉണ്ടായിരുന്നു. അതെല്ലാം പരിഹരിച്ചു മുന്നോട്ടു പോകാനായി വേദികളിൽ നിന്ന് വേദികളിലേക്ക് സർവീസ് നടത്താനായി 70 ബസ്സുകൾ ക്രമീകരിച്ചിട്ടുണ്ട്. KSRTCയുടെ 10 ബസ്സുകളും 60 സ്കൂൾ ബസ്സുകളുമാണ് സജ്ജമാക്കിയത്. 7 ക്ലസ്റ്ററുകളായി 25 വേദികളിലേക്കും ബസ്സുകൾ സർവീസ് നടത്തുന്നുണ്ട്. ഉച്ചയൂണിന്റെ സമയത്ത് എല്ലാ ബസ്സുകളും പുത്തരിക്കണ്ടത്തേക്കാണ് സർവീസ് നടത്തുന്നത്. വിവിധ ജില്ലകളിൽ നിന്ന് തിരുവനന്തപുരത്തെത്തുന്ന വിദ്യാർത്ഥികളെ താമസ സ്ഥലങ്ങളിലേക്ക് എത്തിക്കുന്നതിനും ബസ്സുകൾ സർവീസ് നടത്തുന്നുണ്ട്. കലോത്സവത്തിനായി എത്തിയ മത്സരാർത്ഥികൾക്ക് നഗരത്തിലെ 27 സ്കൂളുകളിലായി താമസ സൗകര്യം ഒരുക്കിയിട്ടുണ്ട്. ആൺകുട്ടികൾക്ക് 16 സ്കൂളുകളിലും പെൺകുട്ടികൾക്ക് 11 സ്കൂളുകളിലുമാണ് താമസം സജ്ജമാക്കിയിട്ടുള്ളത്. ആകെയുള്ള 249 മത്സരങ്ങളിൽ 80 എണ്ണമാണ് പൂർത്തിയായത്. ഹൈസ്കൂൾ പൊതുവിഭാഗത്തിൽ 28 മത്സരങ്ങളും ഹയർ സെക്കൻഡറി പൊതുവിഭാഗത്തിൽ 34 മത്സരങ്ങളും ഹൈസ്കൂൾ അറബിക് വിഭാഗത്തിൽ 10 മത്സരങ്ങളും ഹൈസ്കൂൾ സംസ്കൃതം വിഭാഗത്തിൽ 8 മത്സരങ്ങളും പൂർത്തിയായി. പുത്തരിക്കണ്ടത്തെ ഭക്ഷണ പന്തലിൽ
ഇന്നലെയും ഇന്നുമായി 47,000-ഓളം പേരാണ് 5 നേരം കൊണ്ട് ഭക്ഷണം കഴിച്ചത്. ഇന്നലെ രാത്രി 1 മണി വരെ ഭക്ഷണം നൽകി. ഇന്നലെ മാത്രം 31,000 പേർക്ക് ഭക്ഷണം നൽകാനായി. കലോത്സവത്തിനെത്തിയ 16,000 പേർക്കും ഭക്ഷണം നൽകാനായി. മത്സരങ്ങൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ ജില്ലകൾ തിരിച്ചുള്ള പോയിന്റ് നില ഇപ്പോൾ പറയുന്നില്ല. കൈറ്റ് പിക്ചേഴ്സിന്റെ ഉത്സവം ആപ്പിൽ വിശദാംശങ്ങൾ ലഭ്യമാണ്. ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ് നടക്കുന്നത് എന്നാണ് മനസ്സിലാക്കുന്നത്. ആദ്യ ദിനം തന്നെ മാധ്യമങ്ങൾ മേളയ്ക്ക് മികച്ച പിന്തുണയാണ് നൽകുന്നത്. ഇത് മാധ്യമങ്ങളുടെയും കലാമേളയാണെന്നും മന്ത്രി വി ശിവൻകുട്ടി പറഞ്ഞു. തിരുവനന്തപുരം നഗരവാസികൾ വിവിധ വേദികളിലെത്തി കുട്ടികൾക്ക് പ്രോത്സാഹനം നൽകണമെന്ന് വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തുകൊണ്ട് ഭക്ഷ്യമന്ത്രി GR അനിൽ അഭിപ്രായപ്പെട്ടു.